ത്രിഗുണമായ രജോഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ ജീവികളെ മുക്തരാക്കാൻ അനുവദിക്കുന്നില്ല. ഗീതയിലെ അധ്യായം 7 ശ്ലോകം 1-2 ബ്രം പറയുകയാണ്, അർജുന, ഇപ്പോൾ നിനക്ക് ആ ജ്ഞാനം പറഞ്ഞു തരുന്നു. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാനായി ബാക്കി ഒന്നും ഉണ്ടാകില്ല. ഗീത അധ്യായം 7 ശ്ലോകം 12 ഗീതോപദേഷ്ടാവ് ബ്രം, അതായത് ക്ഷരപുരുഷ കാല പറയുന്നു, 3 ഗുണങ്ങളിൽ നിന്നും എന്ത് സംഭവിക്കുന്നുവോ അത് എന്നിൽ കൂടിയാണ്. അതായത് രജോ ഗുണ ബ്രഹ്മാവിൽ നിന്ന് ഉൽപ്പത്തി, സൽഗുണ വിഷ്ണുവിൽ നിന്ന് പരിപാലനം, സ്ഥിതി, തമോ ഗുണ ശിവനിൽ നിന്ന് സംഹാരം, പ്രളയം, ഇതെല്ലാം എന്നിൽ കൂടിയാണ് നടക്കുക. ഇതിനൊക്കെ കാരണം ഞാനാണ്. പക്ഷേ ഞാൻ ഇതിലൊന്നിലുമില്ല. എന്തെന്നാൽ ഞാൻ കാല വളരെ ദൂരെ 21 ബ്രഹ്മാണ്ടത്തിൽ തന്റെ ലോകത്താണ്. എന്നാൽ മനസ്സിന്റെ രൂപത്തിൽ ആസ്വദിക്കുന്ന ഈ കാൽ ബ്രഹ്മുണ്ട്. റിമോട്ട് കൊണ്ട് സർവ്വ പ്രാണികളെയും ബ്രഹ്മാവ്, വിഷ്ണു, ശിവനെ ഒരു യന്ത്രത്തെ പോലെ ചലിപ്പിക്കുന്നു. ഗീതോപദേഷ്ടാവ് കാൽബ്രം പറയുന്നു, എന്റെ 21 ബ്രഹ്മാണ്ടങ്ങളിലെയും പ്രാണികൾക്ക് വേണ്ടി എന്റെ പൂജ കൊണ്ട് ശാസ്ത്ര അനുകൂല സാധന ആരംഭിക്കുന്നു. അത് വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. എന്റെ ഉള്ളിൽ എത്ര പ്രാണികളുണ്ടോ അവരുടെയെല്ലാം ബുദ്ധി എന്റെ കയ്യിലാണ്. ഞാൻ വെറും 21 ബ്രഹ്മാണ്ടങ്ങളുടെ യജമാനനാണ്. അതുകൊണ്ട് ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെ 3 ഗുണങ്ങളിൽ നിന്ന് രജോ ഗുണ ബ്രഹ്മാവ്, സൽഗുണ വിഷ്ണു, തമോ ഗുണ ശിവ, ഈ 3 ഗുണങ്ങളിൽ നിന്ന് എന്തെല്ലാം സംഭവിക്കുന്നുവോ അതിന് മുഖ്യ കാരണം ഞാൻ, അതായത് ബ്രം കാലാകുന്നു. എന്തെന്നാൽ കാലന് 1,00,000 മനുഷ്യ ശരീരധാരികളായ പ്രാണികളുടെ ശരീരം കൊണ്ട് അവയുടെ അഴുക്ക് തിന്നാൻ ശാപം കിട്ടിയിട്ടുണ്ട്. ഏതൊരു സാധക് ഭക്തൻ എന്നെ, അതായത് ബ്രഹ്മിനെ പൂജ ചെയ്യാതെ, സാധന ചെയ്യാതെ 3 ഗുണങ്ങളുള്ള മായയെ, രജോ ഗുണ, സദ്ഗുണ, തമോ ഗുണ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവ ഇവരെ പൂജിക്കുന്നുവോ അവർക്ക് ക്ഷണികമായ ലാഭം, കാര്യസിദ്ധി ലഭിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ദുഃഖമുണ്ടാകുന്നു. ഒപ്പം ഞാൻ സൂചന നൽകുന്നു, ഇതിനേക്കാൾ കൂടുതൽ പ്രയോജനം എനിക്ക് നൽകാൻ സാധിക്കും. പക്ഷേ ഈ ഭക്തർ, അതായത് സാധക്, തത്വജ്ഞാന ഭാവത്താൽ അറിവില്ലാത്തതിനാൽ ഈ 3 ഗുണങ്ങളെയും രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണം ശിവ സാധന, അതായത് പൂജ നടത്തുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത്രാം പാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 217. ഇവരുടെ ബുദ്ധി ഈ 3 ഭഗവാന്മാരിൽ ഒതുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇവർ രാക്ഷസ സ്വഭാവികളായി തീരുന്നു. മനുഷ്യൻ നീചരായി ശാസ്ത്രവിരുദ്ധ പൂജകൾ ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു. മഠയർ എന്നെയും, അതായത് ബ്രഹ്മിനെ അഥവാ ക്ഷരപുരുഷനെ ഭജിക്കുന്നില്ല. ഇതിന് തെളിവ് ഗീത അധ്യായം 16 ശ്ലോകം 4 മുതൽ 20, 23, 24 വരെ, അധ്യായം 17 ശ്ലോകം 2 മുതൽ 14, 19, 20 ഇവയിലുണ്ട്. ആലോചിക്കേണ്ടവ, രാവണൻ ഭഗവാൻ ശിവനെ മൃത്യുഞ്ജയൻ, അജറമർ, സർവേശ്വർ എന്നിങ്ങനെ വിചാരിച്ച് ഭജിച്ചു. 10 പ്രാവശ്യം തല കൊയ്ത് സമർപ്പിച്ചു. അതിന് പകരമായി യുദ്ധസമയത്ത് 10 തല രാവണന് കിട്ടി. പക്ഷെ മോക്ഷം കിട്ടിയില്ല, രാക്ഷസൻ എന്ന് വിളിച്ചു. ഇതിന് കാരണം രാവണന്റെ ഗുരുവിനാണ്. എന്തെന്നാൽ വേദോപദേശം ശരിയായി ഗുരു പറഞ്ഞു കൊടുത്തിരുന്നില്ല. തമോ ഗുണയുക്തനായ ശിവനാണ് പൂർണ്ണ പരമാത്മാവെന്ന് വിചാരിച്ച് രാവണൻ തന്റെ വ്യാജ ഗുരുവിൽ വിശ്വസിച്ച് ശിവനെ ഭജിച്ചു, തന്റെ വംശം നശിപ്പിച്ചു. 1. ഭസ്മഗിരി എന്നു പേരുള്ള ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ശിവനെ ഇഷ്ടദൈവമാക്കി സങ്കല്പിച്ച് ശീർഷാസനം നടത്തി 12 വർഷം പൂജ ചെയ്തു. അതായത് തല തറയിലും കാലുകൾ മുകളിലുമായി ശീർഷാസനം നടത്തി. ഭഗവാൻ ശിവനോട് പ്രതിജ്ഞ ചെയ്ത് ഭസ്മകണ്ഠമെടുത്തു. ശിവനെ തന്നെ കൊല്ലാനൊരുങ്ങി. അയാളുടെ ഉദ്ദേശം ശിവനിൽ നിന്നും ഭസ്മകണ്ഠം കൈക്കലാക്കി ശിവനെ കൊന്നിട്ട് പാർവതിയെ പത്നിയാക്കുക എന്നതായിരുന്നു. ഭഗവാൻ ശ്രീ ശിവജി ഭയന്ന് ഓടിപ്പോയി. പിന്നീട് ഭഗവാൻ വിഷ്ണു ആ ഭസ്മാസുരനെ ഖണ്ഡഹത ചെയ്ത് ആ ഭസ്മകാണ്ഡം ഉപയോഗിച്ച് അയാളെ ഭസ്മമാക്കി തീർത്തു. ആ തമോ ഗുണനായ ശിവഭക്തനെ പൂജിച്ച് രാക്ഷസനായി. ഹിരണ്യകശിപു ഭഗവാൻ ബ്രഹ്മാവിനെ, രജോ ഗുണയുക്തനായ ബ്രഹ്മാവിനെ പൂജിച്ച് രാക്ഷസനായി. 2. അതായത് 2006, ഏതാണ്ട് 335 വർഷങ്ങൾക്ക് മുൻപ് ഹരിദ്വാറിൽ എല്ലാ വർഷമുള്ള ആഘോഷത്തിന് ശാസ്ത്ര വിധി പ്രകാരം പൂജ നടത്താത്ത സന്യാസിമാരുടെ ഇടയിൽ കുംഭമേളയുടെ ആഘോഷം ആരംഭിച്ചു. അവിടെ എല്ലാ മഹാത്മാക്കളും ത്രിഗുണഭക്തരായ സന്യാസിമാർ കുംഭമേളയുടെ സ്നാനത്തിനായി ഒത്തുകൂടി. ഗിരി, പുരി, നാഥ, നാഗ മുതലായവർ തമോ ഗുണയും ശിവഭക്തരും, വൈഷ്ണവർ സദ്ഗുണയുക്ത വിഷ്ണു ഭക്തരും ആയിരുന്നു. ആദ്യ സ്നാനത്തിനായി നാഗസന്യാസിമാരും വൈഷ്ണവ സന്യാസിമാരുമായി ഭയങ്കര യുദ്ധമുണ്ടായി. 25,000 ത്രിഗുണ ഉപാസകരായ സന്യാസിമാർ മരിച്ചു.
ഏതൊരാളാണോ വെറും നിസ്സാര കാര്യത്തെ ചൊല്ലി വഴക്കിടുന്നുവോ, അയാൾ നരഹത്യ ചെയ്യുന്നുവോ, അവർ സന്യാസിയല്ല, രാക്ഷസരാണ്. സന്യാസിമാരെന്നല്ല, സാധാരണ ആളുകൾക്ക് പോലും അവിടെ എവിടെയായാലും കുളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ശിഷ്ടാചാര പ്രകാരം ആര് ചോദിച്ചാലും അവർക്കും കുളിക്കാനായി അല്പം സ്ഥലം കൊടുക്കേണ്ടതായ മര്യാദയുണ്ട്. ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെ പറയുന്നു: ത്രിഗുണമയിയായ മായ, രജോ ഗുണയുക്ത ബ്രഹ്മാവ്, സദ്ഗുണയുക്ത വിഷ്ണു, തമോ ഗുണയുക്ത ശിവ. പൂജ കൊണ്ട് അറിവ് നശിക്കുന്നു. അവർ മഹിമയ്ക്കും അഭിമാന ശ്രേഷ്ഠരും ആയിത്തീരുന്നു. മോഹിക്കുന്ന രാക്ഷസീയ സ്വഭാവമുള്ളവരായി മാറുന്നു. മനുഷ്യരിൽ നീചരും സ്വഭാവശുദ്ധിയില്ലാത്തവരായ താണ സ്വഭാവമുള്ള ദുഷ്കർമ്മികൾ പോലും എന്നെ ഭജിക്കുന്നില്ല. ഗീത അധ്യായം 7 ശ്ലോകം 16 മുതൽ 18 വരെ ഗീതോപദേഷ്ടാവ് പറയുന്നു: എന്നെ ഭജിക്കുന്ന ഭക്തി ബ്രഹ്മസാധന 4 വിധത്തിലാണ് ഭക്തർ ചെയ്യുന്നത്. 1. ധനമോഹികൾ, ധനം മോഹിക്കുന്നവർ. അവർ വേദമന്ത്രങ്ങളാൽ ഹവൻ മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 218. രണ്ടാമത്തെ കൂട്ടർ ദുഃഖ നിവാരണത്തിനായി വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹവനാദി ക്രിയകൾ ചെയ്യുന്നു. മൂന്നാമതൊരു കൂട്ടർ പരമാത്മാവിനെ അറിയുന്നതിനായി അറിവ് സ്വയം നേടാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രേഷ്ഠരെന്ന ഭാവേന ഭക്തിഹീനരായി മാറുന്നു. നാലാമതൊരു വിഭാഗം ജ്ഞാനികളാണ്. അവർക്ക് എപ്പോഴാണോ അറിവുണ്ടാകുന്നുവോ, അതായത് മനുഷ്യ ശരീരം എപ്പോഴും ലഭിക്കുന്നതല്ല, അതുകൊണ്ട് ഈശ്വര ഭക്തനായില്ലെങ്കിൽ മനുഷ്യ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. പിന്നെ അവർ വേദം പഠിക്കുന്നു, അറിവ് നേടുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവ ശക്തികൾക്കപ്പുറം ഒരു ശക്തി ക്ഷരബ്രഹ്മ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ നാശമില്ലാത്ത പൂർണ്ണ ബ്രഹ്മത്തെ പൂജിക്കുന്നു. മറ്റു ദേവതമാരെ അവർ പൂജിക്കുന്നില്ല. ആ പവിത്ര ഭക്തരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ അവർ ഈ 3 ഗുണങ്ങൾക്കും അപ്പുറം ഒരു ശക്തിയുള്ളത് തിരിച്ചറിയുന്നു. ആ ബ്രഹ്മത്തെ പൂജിക്കുന്നു. ഓം എന്ന മന്ത്രം ബ്രഹ്മിന്റെ മന്ത്രമാണ്. അത് വേദം പഠിക്കുന്നവർ സ്വയം വിചാര വിമർശനങ്ങൾ നടത്തി ഇത് പൂർണ്ണ ബ്രഹ്മിന്റേതാണെന്ന് കരുതി വർഷങ്ങളോളം സാധന ചെയ്തു. ഭഗവത് ദർശനമുണ്ടായില്ല. കൂടാതെ മറ്റ് സിദ്ധികളും ലഭിച്ചു. പക്ഷെ ഗീത അധ്യായം 4 ശ്ലോകം 34 യജുർവേദം അധ്യായം 40 മന്ത്രം 10 വർണ്ണിച്ച തത്വദർശിയായ സന്യാസി കിട്ടിയിട്ടില്ല. ഇത് പ്രകാരം തത്വദർശിയായ പൂർണ്ണ ബ്രഹ്മിന്റെ പരമാത്മാവിന്റെ സാധന 3 മന്ത്രങ്ങളിൽ കൂടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനിയായവർ ഇത് അറിയാതെ ഓംകാര മന്ത്രം മാത്രമാണ് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം എന്ന് കരുതി കാൽബ്രഹ്മിന്റെ സാധന ചെയ്യുന്നു. ജന്മമൃത്യു ചക്രത്തിൽ അകപ്പെട്ടു പോകുന്നു. ജ്ഞാനിയും ഉദാരമനസ്കനുമായ മഹർഷി ചുണക് വേദങ്ങൾ പഠിച്ചു. പൂർണ്ണ പ്രഭുവിന്റെ പരമാത്മാവിന്റെ ഭക്തിമന്ത്രം ഓം ആണെന്ന് മനസ്സിലാക്കി വർഷങ്ങളോളം പൂജ ചെയ്തു. ഒരു മാൻദത്ത എന്നു പേരുള്ള ചക്രവർത്തി ഉണ്ടായിരുന്നു. ഒരു ദേശത്തിലെ ജനങ്ങളെ ഭരിക്കുന്ന ആളാണ് ചക്രവർത്തി. അദ്ദേഹം മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കുതിരയുടെ കഴുത്തിൽ കത്തെഴുതി തൂക്കിയിട്ടു. കുതിരയെ രാജ്യമെമ്പാടും വിട്ടു. മാൻദത്തയുടെ അവകാശം അംഗീകരിക്കാത്തവർ യുദ്ധത്തിന് തയ്യാറാകണം. യുദ്ധത്തിന് തയ്യാറാകണമെങ്കിൽ കുതിരയെ പിടിച്ചുകെട്ടണം. ആരും തന്നെ കുതിരയെ പിടിച്ചുകെട്ടിയില്ല. മഹർഷി ചുണക് ഈ വിവരം അറിഞ്ഞു. രാജാവ് സ്വയം അഭിമാനിയായി. ചുണക് രാജാവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. യുദ്ധം ആരംഭിച്ചു. മാൻദത്ത ചക്രവർത്തിയുടെ പക്കലുള്ള 72 കോടി സൈന്യത്തെ മഹർഷി ചുണകിന്റെ അടുക്കിലേക്ക് യുദ്ധത്തിന് അയച്ചു. ചുണക് മഹർഷി തന്റെ സാധനയുടെ ഫലമായി 4 ബോംബുണ്ടാക്കി. രാജാവിന്റെ സൈന്യത്തെ 4 ആയി വിഭജിച്ചു. എല്ലാ സൈന്യങ്ങളെയും നശിപ്പിച്ചു. പ്രത്യേകത, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അതായത് ശിവ, കാൽ പരബ്രഹ്മിന്റെയും ഭക്തിയാൽ പാപപുണ്യ ഫലങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പുണ്യഫലം സ്വർഗവും പാപം നരകവും 84 ലക്ഷം പ്രാണികളായി ജനിച്ച് പലവിധ യാതനകളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു. ജ്ഞാനി ആത്മാവായ ചുണക മഹർഷി ഓം എന്ന മന്ത്രജപത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യ ഫലസിദ്ധി കൊണ്ട് 4 ബോംബുകൾ ഉണ്ടാക്കി 72 കോടി സൈന്യങ്ങളെ അമാനുഷിക ശക്തി കൊണ്ട് സംഹരിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 219. അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. ആയുധം ഉപയോഗിച്ച് കൊല നടത്തിയാലും വാക്കുകളാകുന്ന വാൾമുന കൊണ്ട് കൊല നടത്തിയാലും പ്രവൃത്തി ഒന്നാണ്, ശിക്ഷ തുല്യമാണ്. ആ ചുണക മഹർഷി പിന്നെ നായുടെ ജന്മമെടുത്തു. ആ നായുടെ തലയിൽ മുറിവുണ്ടായി. ആ മുറിവുകളിൽ അനേകം പുഴുക്കൾ. സൈനികരുടെ ആത്മാവുണ്ടായി. പ്രതികാരം വീട്ടി. ചിലപ്പോൾ നടക്കാൻ കഴിയാതെ ശരീരം കൊണ്ട് ഇഴയും. മഴയും മഞ്ഞും വെയിലും സഹിച്ച് പല വിധത്തിലുള്ള യാതനകളും ദുഃഖവും സഹിക്കേണ്ടി വന്നു. വിശേഷത: ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവൻ കൂടാതെ പരബ്രം ഇതിന്റെ ഭക്തി കൊണ്ട്
പാപവും പുണ്യത്തിന്റെ 2 ഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. പുണ്യം സ്വർഗത്തിലും പാപം നരകത്തിലും, കൂടാതെ 84 ലക്ഷം യോനിയുടെ പ്രാണികളിൽ ശരീരത്തിൽ വരുന്നതാണ്. നാനാവിധ യാതനകൾ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണോ ജ്ഞാനിയായ ശുനക മഹർഷി ഓം മന്ത്രത്താൽ നേടിയ സിദ്ധികൾ, ശക്തികൾ കൊണ്ട് 72 കോടി സേനകളെ സമാപ്തമാക്കിയത്, സാധനയുടെ ഫലം കൊണ്ട് കുറച്ചുനാൾ സ്വർഗത്തിലും പിന്നെ നരകത്തിലും പിന്നെ 84 ലക്ഷം യോനികളിൽ വന്ന് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഋഷി നായയുടെ ജന്മത്തിൽ വരുമ്പോൾ തലയിൽ ഒരു മുറിവുണ്ടാകുന്നു. അതിൽ അന്ന് വധിച്ച 72 കോടി ആത്മാക്കൾ പുഴുക്കളുടെ രൂപത്തിൽ തലയിൽ വന്ന് പകരം വീട്ടുന്നു. ചിലപ്പോൾ കാലുകൾ ഒടിയുന്നു, ചിലപ്പോൾ പുറകിലെ കാലുകൾ ചലനമറ്റ് വലിച്ചുകൊണ്ടുപോകും. ഉഷ്ണത്തിന്റെയും തണുപ്പിന്റെയും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. സർവ്വവിധ ദുഃഖത്തിന് അടിമയാകും. ഗീതോപദേഷ്ടാവ് പറയുന്നു, ഗീത അധ്യായം 7 ശ്ലോകം 18 സ്വയം പറയുന്നുണ്ട്, ഈ സർവജ്ഞാനികളായ എല്ലാ ആത്മാക്കളും ഉദാരമതികളാണ്, ബുദ്ധിമാന്മാരാണ്. പക്ഷേ പൂർണ്ണ പരമാത്മാവിന്റെ 3 മന്ത്രങ്ങളുടെ യഥാർത്ഥ പൂജയെ പറ്റി പറയുന്ന തത്വദർശിയായ സന്തിനെ കണ്ടുമുട്ടുന്നത് വരെ ഇവരെല്ലാം എന്റെ അശ്രേഷ്ഠമായ മുക്തിയുടെ പ്രത്യാശയിൽ, അനുത്തമായ മുക്തിയുടെ പ്രത്യാശയിൽ, അതായത് എന്നെ കാൽ ബ്രം പൂജിക്കുന്നതും അശ്രേഷ്ഠമാണ്. ഇതിനാൽ ഗീത അധ്യായം 18 ശ്ലോകം 62 പറയുന്നത്, ഹേ അർജുനൻ, നീ സർവഭാവത്തിൽ ആ പൂർണ്ണ പരമാത്മാവിന്റെ ശരണത്തിൽ പോകൂ. അദ്ദേഹത്തിന്റെ കൃപയാൽ നീ പരമശാന്തിയും കൂടാതെ സനാതനമായ പരമവാസസ്ഥാനവും നേടും, പ്രാപിക്കും, സത്ലോകവും പ്രാപിക്കും. പവിത്ര ഗീതയിൽ എങ്ങനെയാണോ ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രേതരൂപേണ കാലപുരുഷൻ പ്രവേശിച്ചിട്ട് പറഞ്ഞത്, അപ്രകാരം കുറെ കാലങ്ങൾക്ക് ശേഷം പവിത്ര ഗീതാജിയുടെയും പവിത്ര വേദങ്ങളുടെയും ജ്ഞാനം മഹർഷി വ്യാസനിൽ കൂടി കാലപുരുഷൻ പ്രവേശിച്ച് അദ്ദേഹത്തിൽ കൂടി എല്ലാ രചനയും നടത്തി. ഇതിൽ പരമാത്മാവ് എങ്ങനെയാണെന്നും എങ്ങനെ അദ്ദേഹത്തിന് ഭക്തി ചെയ്യണമെന്നും കൂടാതെ എന്ത് പ്രയോജനം കിട്ടുമെന്നും ഉള്ള ജ്ഞാനം പൂർണ്ണമായി വർണ്ണിച്ചിട്ടുണ്ട്. ബ്രഹ്മമായ ക്ഷരപുരുഷൻ, ഇത് ജ്യോതി നിരഞ്ജൻ കാൽ വരെ മാത്രമേ ഉള്ളൂ. പൂർണ്ണ ബ്രഹ്മനെ ഭജിക്കുന്നത്, പരമാത്മാവിനെ ഭജിക്കുന്നത് ഗീത അധ്യായം 4 ശ്ലോകം 34 ഗീതോപദേഷ്ടാവ് സ്വയം പറയുന്നു. പരമാത്മാവിനെ ഭജിക്കുന്നതും ഭക്തിക്കു വേണ്ടി ഏതെങ്കിലും തത്വദർശിയായ സന്യാസിയെ തേടിപ്പിടിക്കും, അന്വേഷിക്കും, അദ്ദേഹം പൂജാവിധികൾ പറഞ്ഞു തരും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 220. പരമാത്മാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, പൂജാവിധി എനിക്കറിയില്ല. തന്റെ പൂജയെ പറ്റി ഗീത അധ്യായം 8 ശ്ലോകം 13 പറയുന്നു, എന്നെ ഭജിക്കേണ്ടത് കേവലം ഓം എന്ന അക്ഷരം കൊണ്ടാണ്. അതിന്റെ ഉച്ചാരണം കൊണ്ട് അവസാന ശ്വാസം ജപിക്കണം, ശരീരത്തിൽ നിന്നും ത്യജിക്കുന്നത് വരെ. അങ്ങനെ എന്നെ ഭജിക്കുന്നവർക്ക് എന്റെ പരമമായ സ്ഥാനം ലഭിക്കുന്നു. ഗീത അധ്യായം 7 ശ്ലോകം 18 പറയുന്നു, ഭഗവാനു വേണ്ടി തത്വദർശി ഗുരുവിനെ ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണ ബ്രഹ്മജ്ഞാനിയുടെ പൂജാവിധി അറിയുന്നവർ, പവിത്രമായ ആത്മാക്കൾ എന്നിൽ കൂടി കാൽ ബ്രം പരമഗതിയായ മോക്ഷപ്രാപ്തി ആശ്രയിക്കുന്നു. ഗീതോപദേഷ്ടാവ് പറയുന്നു, എന്നെ ഭജിക്കുന്നത് കൊണ്ട് ലഭ്യമാകുന്ന മോക്ഷം ശ്രേഷ്ഠമല്ല, അനുത്തമമാണെന്ന്. മറ്റ് ദേവതമാരുടെ പൂജ അറിവില്ലാത്തവരാണ് ചെയ്യുന്നത്. അതായത് രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ ഇവരുടെ പൂജ അറിവില്ലാത്തവരാണ് ചെയ്യുന്നത്. ഗീത അധ്യായം 7 ശ്ലോകം 20 പറയുന്നു, എന്തെന്നാൽ ഇതിന്റെ ബന്ധം അധ്യായം 7 ശ്ലോകം 15 നിരന്തരം കാണാം. ശ്ലോകം 15 പറയുന്നു, 3 ഗുണങ്ങളുമുള്ള മായയെ പൂജിക്കുന്നത് വരെ മാത്രമാണ്. രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ ഇവരെയാണ് പറയുന്നത്. ഇവരിൽ നിന്നും കിട്ടുന്ന സുഖം ക്ഷണികമാണ്. ആരുടെ ജ്ഞാനമാണോ തട്ടിയെടുക്കുന്നവോ അങ്ങനെയുള്ള അസുര സ്വഭാവമുള്ളവരും ദുഷ്കർമ്മികളായ മൂഢരും എന്നെ ഭജിക്കില്ല. അധ്യായം 7 ശ്ലോകം 20 ഓരോ മോഹത്താൽ അവരുടെ അറിവ് നഷ്ടപ്പെടുന്നതായി പറയുന്നു. അവർ അവരുടെ സ്വഭാവം അനുസരിച്ച് പ്രേരിതരായി അജ്ഞാനമാകുന്ന അന്ധകാര നിയമത്തിലെ ആശ്രിതരായ അന്യദേവതന്മാരെ പൂജിക്കുന്നു. അധ്യായം 7 ശ്ലോകം 21 പറയുന്നു, ഏതൊരു ഭക്തനാണോ ഏതെല്ലാം ദൈവത്തെ ഭക്തിയോടെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഭക്തന്റെ ഭക്തിയെ ആ ദേവതയിൽ സ്ഥിരപ്പെടുത്തുന്നു. അധ്യായം 7 ശ്ലോകം 22 പറയുന്നു, അയാൾ ഏതൊരു ഭക്തിയിൽ യുക്തനായി ഏത് ദൈവത്തെ പൂജിക്കുന്നുവോ ആ ദേവതയെ കൊണ്ട് ഞാൻ നൽകിയ ഇഷ്ടപ്പെട്ട ഭോഗപ്രാപ്തി ലഭ്യമാക്കുന്നു. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പറയുന്നു, താഴേക്കിടയിലുള്ള അധികാരികളും എന്റെ ജോലിക്കാരാണ്, ഞാൻ അവർക്ക് കുറച്ച് അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ആരാണോ അവരുടെ അധികാരികളുടെ ആശ്രിതൻ അവർക്ക് വേണ്ട സഹായം എന്നിൽ കൂടി ഞാൻ മുഖാന്തരം നൽകുന്നു, പക്ഷെ പൂർണ്ണമായി നൽകുന്നില്ല. അധ്യായം 7 ശ്ലോകം 23 വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ മന്ദബുദ്ധികളായവർക്ക് ആ ലാഭം പ്രയോജനപ്പെടുന്നില്ല. ദേവതമാരെ പൂജിക്കുന്നവർക്ക് ഫലം ദേവതമാരിൽ എത്തിക്കുന്നു.
അതത് ദേവതമാരിൽ നിന്നും ഫലം കിട്ടുന്നതാണ്. വേദങ്ങളിൽ നിർദ്ദേശിച്ച പ്രകാരം നിയമാനുസരണം പൂജ ചെയ്യുന്നവർക്ക്, ഭക്തർക്ക് എന്നിൽ നിന്നും ഫലം ലഭിക്കുന്നു. അതായത് കാലന്റെ വലയിൽ നിന്നും ആരും പുറത്തു പോകുന്നില്ല. പ്രത്യേകത: അധ്യായം 7 ശ്ലോകം 20 മുതൽ 23 വരെയുള്ളതിൽ പറയുന്നു, ഏതൊരു പൂജയും ഏതെങ്കിലും പിതൃക്കൾ, ഭൂതങ്ങൾ, ദേവീ ദേവതകൾ മുതലായവരെ പൂജിക്കുന്നത് സ്വഭാവം അനുസരിച്ചായിരിക്കും. ഞാൻ കാൽ തന്നെയാണ് ആ മന്ദബുദ്ധികളെ കൊണ്ട്, ഭക്തരെ കൊണ്ട് ആ ദേവതമാരുടെ നേർക്ക് ആസക്തിയുള്ളവരാക്കി തീർക്കുന്നത്. അവർ അവരുടെ ഇഷ്ടദേവതകളിൽ നിന്നും ഫലസിദ്ധി പ്രാപിക്കുന്നത് ഞാൻ ആ ദേവതമാർക്ക് കൊടുത്തിരിക്കുന്ന ശക്തിയിൽ നിന്നാണ്. അതനുസരിച്ച് അവരുടെ പൂജാരികൾ ദേവതമാരെ പ്രാപിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 221. എന്നാൽ മഠയരായ ഭക്തരെ 84 ലക്ഷം യോനികളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതായത് അത്രയും ജന്മമുണ്ടാക്കുന്നു. ആരാണോ എന്നെ, അതായത് കാലനെ ഭജിക്കുന്നുവോ അവർ തപ്തശിലയിൽ വരുന്നു. പിന്നീട് മഹാസ്വർഗം ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. അതിനുശേഷം ജനനവും മരണവും മാത്രമായിരിക്കും, മോക്ഷപ്രാപ്തി ഉണ്ടാകില്ല. അതായത് ദേവീ ദേവതകളെ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയ ദേവീ ദേവതകളെ മാതാ ദുർഗയേക്കാൾ ഭഗവാൻ ബ്രഹ്മിനെ പൂജിക്കുന്നതാണ് കൂടുതൽ പ്രയോജനം. അഥവാ സ്വർഗപ്രാപ്തിയുണ്ടായാലും ഭക്തന് ഒരു മഹാകൽപ്പം വരെ മാത്രമേ സ്വർഗത്തിൽ സത്പ്രവർത്തികൾ ചെയ്ത് സുഖമനുഭവിക്കാം. പിന്നീട് നരകത്തിലും മറ്റു പ്രാണികളുടെ ശരീരം സ്വീകരിച്ച് കഷ്ടത അനുഭവിക്കണം. അതായത് കാലന്റെ വലയിൽ നിന്നും മോചനമില്ല. മറ്റുദാഹരണം: ഗീതയിലും വേദത്തിലും മറ്റു ദേവതമാരുടെ പൂജയും പിതൃപൂജയും ശ്രാദ്ധം ചെയ്യുന്നതും ഭൂതപൂജയും അസ്ഥിതറകൾ പൂജിക്കുന്നത്, പൂവിടുന്നത്, പിണ്ടം വെക്കുന്നത് ചെയ്യരുതാത്തതാണെന്ന് പറയുന്നു. 4 വേദങ്ങളും അനുസരിച്ച് പൂജയുടെ പരിണിത ഫലം കേവലം സ്വർഗം, മഹാസ്വർഗം പ്രാപിക്കുക, മോക്ഷം ലഭിക്കുക എന്നതല്ല. കാലൻ ഗീതാധ്യായം 9 ശ്ലോകം 20-21 പറയുന്നു, മനോകാമനയുടെ ഫലപ്രാപ്തിക്കായി ആരാണോ 3 വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ശാസ്ത്രവിധി പ്രകാരം എന്നെ പൂജിക്കുന്നുവോ അവർ അവരുടെ കർമ്മഫലം അനുസരിച്ച് മഹാസ്വർഗത്തിൽ ആനന്ദം അനുഭവിച്ചിട്ട് പിന്നീട് വീണ്ടും ജനന മരണ പ്രക്രിയയ്ക്ക് പാത്രീഭൂതരായി തീരുന്നു. അതായത് യജ്ഞം ശാസ്ത്രീയാടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അവരുടെ ഒരേ ഒരു ലാഭം സാംസ്കാരിക ഭോഗം, ലൗകിക ജീവിതം, സ്വർഗം, പിന്നെ നരകവും. 84 ലക്ഷം യോനികളിലുള്ള ജനനവും യാതനകളും കഷ്ടപ്പാടുകളുമാണ്. എപ്പോഴാണോ 3 മന്ത്രങ്ങൾ, അതായത് ഓം തത് സത് സാങ്കേതികം പൂർണ്ണ ഗുരുവിൽ നിന്നും പ്രാപ്തമാകുന്നില്ലയോ അതുവരെ ഈ പ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അധ്യായം 9 ശ്ലോകം 22 പറയുന്നു, ആരാണോ നിഷ്കാമഭാവത്താൽ ശാസ്ത്രവിധി പ്രകാരം എന്നെ പൂജിക്കുന്നുവോ അയാളുടെ, ഭക്തന്റെ പൂജ ഞാൻ രക്ഷിക്കും. പക്ഷേ മോക്ഷവുമില്ല, മുക്തിയുമില്ല. വേദശാസ്ത്രവിരുദ്ധ പൂജ പതന കാരണം. പവിത്ര ഗീതാധ്യായം 9 ശ്ലോകം 23-24 പറയുന്നു, ആരാണോ മറ്റു ദൈവങ്ങളെ പൂജിക്കുന്നുവോ അവരും എന്റെ കാലവലയത്തിലുള്ള പൂജയാണ് നടത്തുന്നത്. പക്ഷെ അവരുടെ ഈ പൂജ ശാസ്ത്രവിധി പ്രകാരമല്ല. അതായത് മറ്റു ദേവീ ദേവന്മാരെ പൂജിക്കാൻ പാടില്ല. എന്തെന്നാൽ സമ്പൂർണ്ണ യജ്ഞ ഭോക്താവ്, അതായത് സ്വാമി കാലനാകുന്നു. ആ ഭക്തൻ എന്നെ നന്നായിട്ട് അറിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് പതനമുണ്ടാകുന്നു. നരകവും 84 ലക്ഷം യോനികളിൽ ജന്മമെടുക്കേണ്ടതായും വരുന്നു. ഗീത അധ്യായം 3 ശ്ലോകം 14-15 പറയുകയാണ്, സർവയജ്ഞങ്ങളിലും പ്രതിഷ്ഠിതവും സമ്മാനിതവുമായ യജ്ഞസമർപ്പണം ആർക്കാണോ ചെയ്യുന്നത് ആ പരമാത്മാവ് പൂർണ്ണബ്രഹ്മം. അദ്ദേഹമാണ് എല്ലാ പ്രാണികളുടെയും സൃഷ്ടാവ്. പക്ഷേ പൂർണ്ണ സന്യാസിയെ കിട്ടാതിരിക്കുന്നത് വരെ യജ്ഞത്തിന്റെ ഭോഗം, ആനന്ദം കാല ബ്രഹ്മിനാണ് ലഭിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനാണ് എല്ലാ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഭോക്താവ് ഞാനാകുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 222. ശ്രാദ്ധം നടത്തുന്നത് കൊണ്ട്, അതായത് പിതൃതർപ്പണം നടത്തുന്നത് കൊണ്ട് പിതൃക്കളായി തീരും, മോക്ഷം കിട്ടില്ല. ഗീത അധ്യായം 9 ശ്ലോകം 25 പറയുന്നു, ദേവതമാരെ പൂജിക്കുന്നവർ ദേവതമാരെ പ്രാപിക്കുന്നു. ഭൂതങ്ങളെ പൂജിക്കുന്നവർ, അതായത് പിണ്ടം ദാനം ചെയ്യുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു, അതായത് ഭൂതങ്ങളായി തീരുന്നു. ശാസ്ത്രവിധി പ്രകാരം വേദങ്ങളുടെയും ഗീതോപദേശ പ്രകാരവും പൂജ ചെയ്യുന്നവർ എന്നെ, അതായത് കാൽ ബ്രഹ്മിനെ പ്രാപിക്കുന്നു. അതായത് കാലനാൽ നിർമ്മിക്കപ്പെട്ട സ്വർഗം, മഹാസ്വർഗം പ്രാപിക്കുന്നു. കുറെ നാൾ ആനന്ദം ലഭിക്കുന്നു. പ്രത്യേകത: എങ്ങനെയാണോ തഹസിൽദാറിന്റെ ജോലി ചെയ്യുന്നുവോ അയാൾ തഹസിൽദാറായി തീരുന്നില്ല. അതുമൂലം കിട്ടുന്ന ശമ്പളത്തിൽ നിത്യവൃത്തി കഴിയുന്നു, അതിന് അധീനമായി ജീവിക്കുന്നു.
അതുപോലെ ആരാണോ ഏത് ദേവനെ പൂജിക്കുന്നുവോ അവരിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ ജീവിക്കുന്നു. ത്രിഗുണമയമായ, അതായത് 3 ഗുണങ്ങളും രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണം ശിവ പൂജ നിഷിദ്ധമെന്ന് ഗീത പറയുന്നു. ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെ, 20 മുതൽ 23 വരെ. ഇതുപോലെ ആരെങ്കിലും പിതൃപൂജ ചെയ്താൽ, പിതൃക്കളെ പൂജിച്ചാൽ പിതൃസാമീപ്യം ലഭിക്കും. അവരോടൊപ്പം കഷ്ടദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ ആരെങ്കിലും ഭൂതസേവ ചെയ്യുകയാണെങ്കിൽ ഭൂതങ്ങളായി മാറും. ജീവിതകാലം മുഴുവനും അശാന്തിയായിരിക്കും. ഒടുവിൽ മനസ്സ് അവരിൽ ലയിക്കുന്നു, ഭൂതഗണങ്ങളിൽ ലയിക്കുന്നു, അവരുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ഏതൊരു പൂജാവിധികളാണോ വേദങ്ങളിലും ഗീതയിലും പറയുന്നുവോ അവ ശാസ്ത്രവിധി പ്രകാരം ചെയ്യാം. അതല്ലാത്ത പൂജാവിധികൾ ശാസ്ത്രവിരുദ്ധമാണ്. ഗീത അധ്യായം 16 ശ്ലോകം 23-24 പറയുന്നു, ആരാണോ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ ത്യജിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ തന്നിഷ്ടം പോലെ പൂജ ചെയ്യുന്നുവോ അവർക്ക് സുഖം ലഭിക്കുന്നില്ല, ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല, മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നില്ല. അതായത് ജീവിതം വ്യർത്ഥമായി തീരുന്നു. അതുകൊണ്ട് അർജുന, നിനക്ക് കർത്തവ്യം, അതായത് കർമ്മം ചെയ്യുവാൻ അനുവാദമുള്ള കർമ്മം, ആ കർത്തവ്യവും കർമ്മം ചെയ്യുവാൻ അനുവാദമില്ലാത്തത്, അവയുടെ വ്യവസ്ഥയും നിയമവും ശാസ്ത്രവുമാണ് പ്രമാണം. മറ്റുള്ളവയെല്ലാം വർജ്യമാണ്. ഇതിന് മറ്റൊരു ഉദാഹരണം മാർക്കണ്ഡേയ പുരാണത്തിൽ, അതായത് ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച മാർക്കണ്ഡേയ പുരാണത്തിൽ പേജ് 237 മാർക്കണ്ഡേയ പുരാണവും ബ്രഹ്മപുരാണവും ചേർന്ന് പറയുന്നു. രുചി എന്നു പേരുള്ള ബ്രഹ്മചാരിയായ ഒരു ഭക്തൻ വേദങ്ങളിൽ പറയുന്നത് പോലെ ശാസ്ത്രവിധി പ്രകാരം പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരികയായിരുന്നു. അയാൾക്ക് 40 വയസ്സായപ്പോൾ അയാളുടെ 4 പൂർവികർ ശാസ്ത്രവിരുദ്ധ പൂജ നടത്തി പിതൃസാമീപ്യത്താൽ കഷ്ടങ്ങൾ അനുഭവിക്കുകയായിരുന്നു. അവർ ഉപദേശിച്ചു, രുചിയെ കൊണ്ട് വിവാഹം ചെയ്യിച്ച് ഞങ്ങൾക്ക് ശ്രാദ്ധകർമ്മം നടത്തൂ. ഇതറിഞ്ഞ് രുചി മഹർഷി പറഞ്ഞു, വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ ശ്രാദ്ധം പിണ്ഡം ചെയ്യുന്നത് മൂഢരുടെ പൂജയായിട്ടാണ് ശ്രാദ്ധകർമ്മത്തെ വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 223. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് തെറ്റായ പൂജ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? പിതാമഹന്മാർ പറഞ്ഞു, മകനെ, നീ പറഞ്ഞത് സത്യമാണ്. വേദങ്ങളിൽ പിതൃപൂജ, ഭൂതപൂജ, ദേവീദേവന്മാരുടെ പൂജ, കർമ്മകാണ്ഡം, അതായത് അത്തരം പൂജകളെ അവിദ്യയായി കണക്കാക്കുന്നു. അത് ശരിയാണ്. പക്ഷെ മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നു പിതൃസേവ ചെയ്താൽ പ്രയോജനമുണ്ടാകുമെന്ന്. പ്രത്യേകത, അവരവരുടെ വാദഗതികൾ പറയുന്നു. പിതൃക്കൾ പറയുന്നത് നമ്മൾ പാലിക്കണമെന്നില്ല. എന്തെന്നാൽ പുരാണങ്ങളിലെ നിർദ്ദേശം ഏതെങ്കിലും മഹർഷിമാർ പറയുന്നതാണ് പിതൃപൂജ ചെയ്യുക, ഭൂതസേവ നടത്തുക, മറ്റു ദേവീദേവന്മാരെ പൂജിക്കുക എന്നത്. എന്നാൽ വേദങ്ങളിൽ അവയ്ക്ക് തെളിവില്ലാത്തതിനാൽ, ഭഗവാന്റെ നിർദ്ദേശമില്ലാത്തതിനാൽ അത്തരം പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഒരിക്കൽ ഒരു വ്യക്തിയുടെ കൂട്ടുകാരൻ പോലീസ് ഇൻസ്പെക്ടറായി. ആ വ്യക്തി തന്റെ കൂട്ടുകാരനായ പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞു, എന്റെ അയൽക്കാരൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇൻസ്പെക്ടർ പറഞ്ഞു, നല്ല തല്ലു കൊടുത്തോ, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇൻസ്പെക്ടർ കൂട്ടുകാരന്റെ ഉപദേശപ്രകാരം അയാൾ അയൽക്കാരനുമായി തല്ലുണ്ടാക്കി. അയൽക്കാരന്റെ തലയ്ക്ക് മുറിവുണ്ടായി. അയാൾ മരിക്കാനിടയായി. അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറായ കൂട്ടുകാരൻ തന്റെ സ്നേഹിതനെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു. അയാൾക്ക് മരണശിക്ഷ ലഭിച്ചു. കൂട്ടുകാരനെ സഹായിക്കാൻ ഇൻസ്പെക്ടർക്ക് കഴിഞ്ഞില്ല. എന്തെന്നാൽ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ്. ഒരാൾ ഒരു കൊല നടത്തിയാൽ അതിന്റെ ശിക്ഷ തൂക്കിക്കൊല്ലുക എന്നതാണ്. തന്റെ ഇൻസ്പെക്ടറായ കൂട്ടുകാരനെ രക്ഷിക്കാനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരന്റെ വാക്ക് വിശ്വസിച്ച് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് ജീവിതം പാഴായി. അതുപോലെയാണ് ഗീതയും വേദവും പറയുന്നത്. അവയിൽ ഒരേ ഒരു പരമാത്മാവിനെ മാത്രം പൂജിക്കാനാണ് പറയുന്നത്. മറ്റു ദേവതമാരും പിതൃക്കളും ഭൂതഗണങ്ങളുടെയും പൂജ നിഷിദ്ധമാണ്. പുരാണങ്ങളിൽ പറയുന്നത് ഋഷിമാരാണ്. അവരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ വേദശാസ്ത്ര പ്രകാരം നിയമലംഘനത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മോക്ഷം കിട്ടില്ല. സത്യകഥ. എന്റെ, അതായത് രാംപാൽജിയുടെ പൂജ്യ ഗുരുദേവനായ സ്വാമി രാമദേവാനന്ദ് പരമാത്മാവിനെ പ്രാപിക്കാനായി 16ാമത്തെ വയസ്സിൽ പെട്ടെന്ന് വീടുപേക്ഷിച്ച് പുറപ്പെട്ടു. നിത്യവും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെ തന്റെ തന്നെ വയലിനടുത്തുള്ള കാട്ടിൽ ചത്ത മൃഗങ്ങളുടെ അസ്ഥി പഞ്ചരത്തിനടുക്കൽ ഉപേക്ഷിച്ചു. വൈകുന്നേരം കുട്ടി വീട്ടിലെത്താത്ത കാരണം തിരക്കി പുറപ്പെട്ട വീട്ടുകാർ കാട്ടിലും തിരക്കി. രാത്രി സമയമായിരുന്നു. കുട്ടിയുടെ വസ്ത്രങ്ങൾക്കൊപ്പം കിട്ടിയ ചത്ത മൃഗത്തിന്റെ അസ്ഥി കഷ്ണങ്ങൾ കുട്ടിയുടേതാകാമെന്ന് കരുതി വീട്ടുകാർ ദുഃഖിച്ചു. അവർ വിചാരിച്ചു, കുട്ടിയെ കാട്ടിലെ വന്യമൃഗങ്ങൾ ഏതെങ്കിലും കൊന്നതായിരിക്കാം. അവർ അസ്ഥികൾ കൊണ്ട് കുട്ടിയുടെ അന്തിമ സംസ്കാര ചടങ്ങുകൾ ചെയ്തു. എല്ലാ ചടങ്ങുകളും ചെയ്തു. 13ാമത്തെ ദിവസം ശ്രാദ്ധ പൂജയും നടത്തി. എന്നാൽ 104 വയസ്സായപ്പോൾ സ്വാമിജി അവിചാരിതമായി തന്റെ ഗ്രാമമായ
ബഡാ പൈതാവാസ്, ജില്ല ഭിവാനി, താലൂക്ക് ചരക്കി ദാദരി, ഹരിയാനയിൽ വന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 224. സ്വാമിജിയുടെ കുട്ടിക്കാലത്തുള്ള പേര് ഹരിദ്വാരി എന്നായിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. സ്വാമിജി വന്ന വിവരം അറിഞ്ഞ് ഞാനും കാണാനായി അവിടെ പോയി. സ്വാമിജിയുടെ ജ്യേഷ്ഠത്തിക്ക് 92 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഞാൻ ആ വൃദ്ധയോട് തിരക്കി, സ്വാമിജി വീടുപേക്ഷിച്ച് പോയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുണ്ടായത്? ആ വൃദ്ധ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ ഹരിദ്വാറിലെ കാട്ടിലെ ഏതോ മൃഗം കൊന്നു തിന്നു എന്ന്. അവന്റെ ശ്രാദ്ധം നടത്തി. എന്നെയും കൊണ്ട് ശ്രാദ്ധ പൂജ ചെയ്യിച്ചു. 70 പ്രാവശ്യം ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് ശ്രാദ്ധ പൂജ ചെയ്തു. എപ്പോഴൊക്കെ വിളവ് മോശമായി തീർന്നോ, വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നോ, പുരോഹിതനെ വിളിച്ച് കാരണം തിരക്കും. അദ്ദേഹം പറയും, ഹരിദ്വാരയ്ക്ക് പിതൃതർപ്പണം ചെയ്യണം. അവൻ നിങ്ങളെ ദുഃഖിപ്പിക്കുകയാണ്. ശ്രാദ്ധം നടത്തിയാൽ എല്ലാ അശുദ്ധിയും മാറിക്കിട്ടും. ഇത്തവണ എല്ലാം ഞാൻ എന്റെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യും. മുൻപൊക്കെ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. എന്തെന്നാൽ ഒരു ദിവസം പല സ്ഥലത്ത് ശ്രാദ്ധക്രിയകൾ ചെയ്യാൻ പോകണമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെയാണ് അയച്ചിരുന്നത്. അന്നൊക്കെ ഉപഹാരം നൽകും. 21, 51 എന്നിങ്ങനെ ദക്ഷിണ കൊടുക്കും പ്രീതിപ്പെടുത്താൻ. പിന്നെ ശ്രാദ്ധം ഗുരുജി ചെയ്യും, പുരോഹിതൻ ചെയ്യും. എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, മാതാജി എല്ലാം ഉപേക്ഷിക്കൂ. ഈ ഗീതാവിരുദ്ധമായ പൂജകൾ, അല്ലെങ്കിൽ നിങ്ങളും പ്രേതമായി മാറും. ഗീത അധ്യായം 9 ശ്ലോകം 25 പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വൃദ്ധ പറയുകയാണ്, ഗീത ഞാനും വായിക്കാറുണ്ട്. ദാസ് പറയുന്നത് നിങ്ങൾ വായിക്കും, ലോകാചാര പ്രകാരം അർത്ഥം മനസ്സിലാക്കാതെ. ഇനിയെങ്കിലും അർത്ഥശൂന്യമായ പൂജകൾ മതിയാക്കൂ. വൃദ്ധ പറഞ്ഞു, എങ്ങനെ മതിയാക്കും? ഇത് നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന ക്രിയയല്ലേ. ഈ ദോഷം നിഷ്കളങ്കരായ ആത്മാക്കളുടേതല്ല, മഠയരായ ഗുരുക്കന്മാരുടേതാണ്. ആരാണോ ശാസ്ത്രാർത്ഥം മനസ്സിലാക്കാതെ തോന്നിയതുപോലെ പൂജാമാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നോ, അവരുടേതാണ് കുറ്റം. അതുകൊണ്ട് കാര്യപ്രാപ്തി ഉണ്ടാകുന്നില്ല, പരമഗതി ലഭിക്കുന്നില്ല, മോക്ഷപ്രാപ്തിയും ഉണ്ടാകുന്നില്ല. ഉദാഹരണം ഗീതാധ്യായം 16 ശ്ലോകം 23, 24. ഇന്ന് എന്തെന്നാൽ വിദ്യാഭ്യാസമുള്ളവർ മനസ്സിലാക്കണം, ശാസ്ത്രവിധി പ്രകാരമുള്ള പൂജകൾ ചെയ്യണം, പരമാത്മാ പ്രാപ്തി നേടണം, അങ്ങനെ ശാശ്വത സ്ഥാനം നേടണം, അതായത് സത്ലോക പ്രാപ്തി. അതുകൊണ്ട് പൂർണ്ണ മോക്ഷം, പരമഗതി ലഭിക്കും. ഗീതാധ്യായം 18 ശ്ലോകം 62. അതിനായി തത്വദർശിയായ ഗുരുവിനെ സമീപിക്കൂ. ഗീതാധ്യായം 4 ശ്ലോകം 34. ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ താങ്കളിൽ നിന്നും ഉപദേശം സ്വീകരിച്ചിട്ട് താങ്കൾ പറയുന്നത് പോലെ പൂജ ചെയ്യാം. വീട്ടിലുള്ള ദേവീ ദേവതമാരെയും പൂജിച്ചുകൊള്ളാം. അതുകൊണ്ട് എന്ത് ദോഷമാണുള്ളത്? ദാസനായ എന്റെ പ്രാർത്ഥനയാണ്, ഭരണഘടനയിലെ ഏതൊരു നിയമത്തെയും ലംഘിച്ചാൽ അതിന് ശിക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഗീതയിലും 4 വേദങ്ങളിലും വർണ്ണിച്ചിരിക്കുന്ന നിയമത്തിന് വിപരീതമായി ചെയ്യുന്ന പൂജകളെല്ലാം നിഷ്ഫലമാണ്. ഉദാഹരണം ഗീതാധ്യായം 16 ശ്ലോകം 23, 24. അഥവാ ആരെങ്കിലും വിചാരിക്കുകയാണ്, ഞാൻ അമാനുഷികമായി ഈ കാർ പഞ്ചറാക്കാൻ ശ്രമിക്കാമെന്ന്. എന്നാൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം രാമനാമമാകുന്ന വണ്ടി പഞ്ചറാക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതുപോലെ ശാസ്ത്രവിരുദ്ധ ആരാധനകൾ നിഷിദ്ധമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 225. ഒരു ഭക്തൻ പറയുകയുണ്ടായി, എനിക്ക് യാതൊരു ദുശീലവും, അതായത് മദ്യം, മാംസം, സേവനം ഇതൊന്നുമില്ല. വെറും പുകയില, ബീഡി, സിഗരറ്റ് മാത്രം ഉപയോഗിക്കും. താങ്കൾ പറയുന്ന പൂജാദികൾ ശ്രേഷ്ഠമാണ്. എന്റെ ഗുരു പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല. 25 വർഷമായി ഞാൻ പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനിടയിൽ 3 ഗുരുക്കളായി. ദയവ് ചെയ്ത് എന്നിൽ നിന്നും പുകയില സേവനം മാറ്റാൻ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരൂ. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കാം. പുകയില സേവനം ചെയ്യുന്നത് കൊണ്ട് ഭക്തിമാർഗത്തിന് ഉണ്ടാകുന്ന തടസ്സം എന്താണ്? ദാസൻ ഉപദേശിച്ചു, താങ്കളുടെ ശരീരത്തിന് ഓക്സിജൻ ആവശ്യമാണ്. പുകയില ഉപയോഗിക്കുമ്പോൾ, അതായത് സിഗരറ്റ്, ബീഡി, അതിൽ നിന്നും വരുന്ന പുക കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ശ്വാസകോശങ്ങളെ ദുർബലപ്പെടുത്തുന്നു, രക്തത്തെ ദുഷിപ്പിക്കുന്നു. മനുഷ്യജന്മം ഈശ്വര സാക്ഷാത്കാരത്തിനും ആത്മസുഖത്തിനും വേണ്ടിയുള്ളതാണ്. മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട്. വലതുഭാഗത്തെ ദ്വാരം ഇളയും, ഇടത് പിങ്കളയുമാണ്. രണ്ടിന്റെയും മധ്യത്തിൽ സുഷ്മുന നാഡിയുണ്ട്. അതിൽ ഒരു സൂചിയിൽ നൂൽ കോർക്കുന്ന വിധത്തിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്. പുകയില സേവനം കൊണ്ട് ആ ദ്വാരം അടയുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗതടസ്സമുണ്ടാകുന്നു. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഭക്തർ ലഹരി പദാർത്ഥങ്ങളും മത്സ്യമാംസാദി ഭക്ഷണങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം വർജ്യമാണ്, നിഷിദ്ധമാണ്, നിരോധിത വസ്തുക്കളാണ്. മറ്റൊരു ഭക്തൻ പറഞ്ഞു, എനിക്ക് പുകയില സേവനമില്ല, ഞാൻ മദ്യവും മാംസവും ഉപയോഗിക്കും. അതുകൊണ്ട് ചെയ്യുന്നതിന് എന്ത് തടസ്സം? ഇതൊക്കെ തിന്നാനും കുടിക്കാനുമുള്ളവയല്ലേ? വൃക്ഷങ്ങൾക്കും ജീവനുണ്ടെന്നല്ലേ പറയുന്നത്? അവയുടെ ആഹാരവും മാംസമാണല്ലോ.
അപ്പോൾ സസ്യാഹാരവും മാംസാഹാരത്തിന് തുല്യമല്ലേ? ദാസന്റെ അഭ്യർത്ഥന: ആരെങ്കിലും നമ്മുടെ അച്ഛനെയും അമ്മയെയും സഹോദരി സഹോദരനെയും കൊന്നു തിന്നാൽ എന്തായിരിക്കും? എന്ത് തോന്നും? ജൈസാ ദർദ് ആപ്നെ ഹുവേ വൈസാ ജാൻ ബിരാനെ, കഹേ കബീർ വേ ജായ നരക് മേ ജോ കാട്ടെ ശിഷ് ഖുറാനെ. ഏതെങ്കിലും വ്യക്തി മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് തലയും കുളമ്പും വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി മാംസം ഭക്ഷിക്കുന്നു, നരകഭോജികളായി മാറുന്നു. ഏത് വിധത്തിലുള്ള ദുഃഖമാണോ നമ്മുടെ കുട്ടികളെയും ബന്ധുക്കളെയും കൊല്ലുമ്പോൾ ഉണ്ടാകുന്നത്, ആ ദുഃഖം മറ്റുള്ളവർക്കും ഉണ്ടാകും. അത് തന്നെയാണ് വൃക്ഷലതാദികളെ തിന്നാലും ഉണ്ടാകുന്നത്. ഇവ ഭക്ഷിക്കുന്നതിന് ഈശ്വരാനുവാദമുണ്ട്. പക്ഷേ പ്രാണികളെ കൊല്ലുന്നത് നിഷിദ്ധമാണ്, അത് പാപമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 226. മദ്യസേവനവും നിഷിദ്ധമാണ്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കുന്നു. മദ്യസേവനം നടത്തുന്ന വ്യക്തി എന്തു ചെയ്യും? തെറ്റുകൾ ചെയ്യാൻ ഒരു മടിയുമില്ല. മദ്യസേവ കൊണ്ട് ധനം, ശരീരം, കുടുംബം, സമൂഹം എല്ലാം നശിക്കും. ശാന്തിയും സമാധാനവും ഉണ്ടാകില്ല. ശത്രുക്കൾ കൂടും. മാത്രവുമല്ല, ആ വ്യക്തിയുടെ കൊച്ചുകുട്ടികളിലും ദുസ്വഭാവം ഉണ്ടാകും. മദ്യപാനി എത്ര ബുദ്ധിമാനായാലും അയാളുടെ അഭിമാനം നഷ്ടപ്പെടും. ആരും അയാളെ വിശ്വസിക്കില്ല. ഒരിക്കൽ ഞാൻ ഒരു ഗ്രാമത്തിൽ സത്സംഗത്തിനായി പോയിരുന്നു. അന്ന് ഞാൻ മദ്യപാനം നിഷേധിക്കുന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. സത്സംഗമത്തിൽ പറഞ്ഞത്: സത്സംഗമം കഴിഞ്ഞപ്പോൾ 11 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. ചോദിച്ചപ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു: മഹാരാജ്, എന്റെ അച്ഛൻ പാലം വിമാനത്താവളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷെ കിട്ടുന്ന പൈസ മുഴുവനും, ശമ്പളം മുഴുവനും കള്ളു കുടിക്കാനായി ഉപയോഗിച്ചിരുന്നു. എന്റെ അമ്മ എത്ര പറഞ്ഞാലും അനുസരിച്ചിരുന്നില്ല. കള്ളു കുടിച്ചിട്ട് വന്ന് അമ്മയെ അടിക്കും, എന്നെയും അടിക്കും. എന്റെ ചുണ്ട് നീര് വന്ന് തടിച്ചു. 10 ദിവസം കഴിഞ്ഞാണ് ശരിയായത്. എന്റെ മമ്മി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് എന്റെ മാമന്റെ മമ്മിയുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞ് എന്റെ അമ്മൂമ്മ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അതുവരെ ഞങ്ങൾ അമ്മൂമ്മയുടെ, അതായത് അച്ഛന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. പപ്പ എനിക്ക് മരുന്ന് പോലും വാങ്ങി തന്നില്ല. രാവിലെ എണീറ്റ് ധൃതിയിൽ ജോലിക്ക് പോയി. വൈകുന്നേരമാകുമ്പോൾ കള്ളു കുടിച്ചിട്ട് വരും. ഞങ്ങൾ 3 പെൺകുട്ടികൾ, 2 പേർ എനിക്ക് താഴെയാണ്. ഇപ്പോൾ വൈകുന്നേരം പപ്പ വരുമ്പോൾ ഞങ്ങൾ 3 പേരും കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കും. അല്ലയോ മഹാത്മാക്കളെ, ഒന്ന് ആലോചിക്കൂ. ഏതൊരു കുട്ടികളെയാണോ അച്ഛൻ നെഞ്ചോട് ചേർത്ത് ലാളിക്കേണ്ടത്, ഏതൊരു പിതാവിന്റെ വരവും നോക്കിയാണോ കുട്ടികൾ കാത്തിരിക്കുന്നത്, എന്തെങ്കിലും മധുരമോ ഫലങ്ങളോ തങ്ങൾക്കായി കൊണ്ടുവരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആ കുട്ടികളുടെ മുൻപിലേക്കാണ് ഇത്തരം അച്ഛന്മാർ കള്ളു കുടിച്ച്, മദ്യം കുടിച്ചു വരുന്നത്. ആ വീട്ടിലെ അവസ്ഥ, കുട്ടികളുടെ ദയനീയത, ഭയാശങ്ക, ഭാര്യയുടെ ആവലാതി, പീഡനം, ഇതിനൊക്കെ കാരണം ആരാണ്? മദ്യം അയാളെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. സമാധാനവും ശാന്തിയും ഇല്ലാതാക്കുന്നു. ഒരാളുടെ മദ്യപാനം എത്ര പേരെ ദുഃഖിപ്പിക്കുന്നു. ഭാര്യയെ പീഡിപ്പിക്കുന്നത് കാരണത്താൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരി സഹോദരന്മാർക്കും ദുഃഖമുണ്ടാകുന്നു. അമ്മൂമ്മ, അപ്പൂപ്പൻ, എല്ലാവർക്കും ദുഃഖം. എല്ലാവരും വിവശരായി തീരുന്നു. ഒരു മദ്യപാനി അയാളുടെ കുടുംബത്തിന് മാത്രമല്ല അശാന്തത ഉണ്ടാക്കുന്നത്, അയൽക്കാർക്കും ശല്യമായി തീരുന്നു. അവരുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നു. വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. ഭാര്യയെയും കുട്ടികളെയും ചീത്ത വിളിക്കുന്നു, തല്ലുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ അത് അയൽക്കാർക്കും ബുദ്ധിമുട്ടായി മാറുന്നു. വഴക്കിൽ അവർ മധ്യസ്ഥം പറയാൻ ശ്രമിച്ചാൽ അടി അവർക്ക് വീഴും. പല സത്സംഗങ്ങളിൽ കൂടി ദിവസേന മദ്യം കഴിക്കുന്ന, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന, മാംസാഹാരം ഉപയോഗിക്കുന്ന ഏകദേശം 1 ലക്ഷം പേരെ എനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 227. ദുശീലങ്ങൾ വിട്ട് ശാന്തിയും സമാധാനവുമായ അന്തരീക്ഷത്തിൽ ഇന്നവർ ജീവിക്കുന്നു. ഇന്നവർ സന്ധ്യയ്ക്ക് കുട്ടികളോടൊപ്പം ഇരുന്ന് സന്ധ്യാപൂജ ചെയ്യുന്നു. ഹരിയാനയിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കണക്കെടുത്താൽ ഏകദേശം 10,000 ആളുകളുടെ കണക്കെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 4 പേരിൽ ഒരാൾ മദ്യപാനിയാണെന്നാണ്. മറ്റു 3 ഇത്തരം വികാരങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുന്നു. ചിലർ പറയുന്നു, നിങ്ങൾ ഇന്നും നിത്യേന മദ്യം സേവിക്കാറില്ല. ചിലപ്പോൾ വല്ലപ്പോഴും അല്പം കുടിക്കും. എപ്പോൾ കഴിച്ചാലും വിഷം തന്നെയാണ്. അത് മുക്തിക്ക്, മോക്ഷത്തിന് തടസ്സമാണ്. ആലോചിച്ചു നോക്കൂ. 2 കിലോഗ്രാം നെയ്യ് കൊണ്ട് ഹലുവ ഉണ്ടാക്കി, അതായത് യഥാർത്ഥ ഭക്തി. 250 ഗ്രാം മണ്ണ് അതിലിട്ടു. മദ്യം, പുകയില, മാംസം എന്നിവ ഉപയോഗിച്ചു. ഈ പ്രവൃത്തി ശരിയല്ല. അതുകൊണ്ട് പൂർണ്ണ പരമാത്മാവിനെ, പരമ അക്ഷര ബ്രഹ്മിനെ പൂജിക്കേണ്ടത് യഥാർത്ഥ ജ്ഞാനിയിൽ നിന്നും ശാസ്ത്രവിധി പ്രകാരമുള്ള അറിവ് നേടി പൂജിച്ച് സുഖസമ്പൂർണമായ ജീവിതം നയിക്കാനും മോക്ഷം നേടാനും ശ്രമിക്കേണ്ടതാണ്.